നമ്മുടെ ജീവിതത്തിൽ ഇന്ധനം നടക്കുന്ന ടൈമാണ് പ്രലോഭനത്തിൻ്റെ ടൈം, ക്ലേശത്തിൻ്റെ സമയം, രോഗത്തിൻ്റെ സമയം, മറ്റുള്ളവർ നമ്മൾ ഒറ്റപ്പെടുന്ന സമയം, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സമയം, നമുക്ക് ഉറങ്ങിയാൽ മതിയെന്ന സമയം, നമുക്ക് എന്തിനു വേണ്ടി ജീവിക്കണം തോന്നുന്ന സമയം. അപ്പോൾ ഇങ്ങനെയുള്ള നിരാശ കാലഘട്ടങ്ങൾ ബൈബിൾ പറയുന്നത് അത് പ്രലോഭനത്തിൻ്റെ ടൈം എന്നാണ്. പക്ഷെ എന്തിനാ ഉദ്ദേശിക്കണത്? ആ പ്രലോഭനങ്ങളുടെ സമയങ്ങളെല്ലാം നീ വിശ്വാസം, ക്രിസ്തുവിനെ പോലെ വിശ്വാസം നിലനിർത്തുകയും നിന്റെ ജീവിത പ്രശ്നങ്ങളെ വചനത്താൽ പ്രതിരോധിക്കുകയും ചെയ്യാൻ വേണ്ടിയാണ് ഈ പ്രലോഭന കാലങ്ങളിൽ നമ്മൾ വചനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രലോഭന കാലങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് വായിക്കാൻ തോന്നത്തില്ല എന്നുള്ള കാര്യം സത്യം. പക്ഷെ അതേസമയം തന്നെ വായിക്കാൻ കഴിഞ്ഞാൽ അത് ഭയങ്കര സംഭവിക്കും. അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ ക്ലേശകാലങ്ങളിൽ പ്രാർത്ഥനയുടെ കാലമാണത്. ആ ക്ലേശകാലങ്ങളെന്ന് പറയുന്നത് വചനം വായനയുടെ സമയമാണ്. ക്ലേശകാലങ്ങളെന്ന് പറയുന്നത് വചനം പ്രാവർത്തികമാക്കുന്ന സമയമാണ്. കർത്താവ് അതാണ് പറയണത്, നിന്റെ കർത്താവായ ദൈവം ഞാനാകുന്നു എന്ന് എഴുതിയിട്ടുണ്ടെന്ന്. പിശാചിനോട് പറഞ്ഞത് എന്താ? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുക. അപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെല്ലാം കർത്താവ് വചനം കൊണ്ടാണ് പ്രതിരോധിക്കുന്നത്. അതുപോലെ നിൻ്റെ ജീവിത പ്രശ്നങ്ങളെയും ക്ലേശകാലത്ത്, പ്രലോഭനകാലത്ത് വചനം കൊണ്ട് പ്രതിരോധിക്കുമ്പോഴേ എന്ത് സംഭവിക്കും? 4:14 സംഭവിക്കും. എന്താണ്? ആ കാലം കഴിയും. എന്നും കുന്നും ഒരു കാലം ഇങ്ങനെ ഉണ്ടാകത്തില്ല. എന്നും കുന്നും പ്രലോഭനമായിരിക്കത്തില്ല, എന്നും കുന്നും രോഗമായിരിക്കത്തില്ല, എന്നും കുന്നും പീഡയായിരിക്കത്തില്ല, എന്നും കുന്നും ഭാരപ്പെടുന്ന അവസ്ഥയായിരിക്കട്ടെ. അത് കഴിയണ ഒരു സമയം കർത്താവുണ്ട്. അപ്പോൾ എന്ത് പറ്റും? ആത്മാവിൽ അവൻ ശക്തിപ്പെടും. അപ്പോൾ ഈ ടൈം കഴിയുമ്പോൾ ശരിക്കുമ്പോൾ ഞാൻ ഉദ്ദേശം എന്താണ്? ആത്മാവ് ശക്തിപ്പെടാൻ വേണ്ടി ദൈവം ഒരു ആത്മാവിൻ്റെ പ്രതികൂല കാലങ്ങൾ സൃഷ്ടിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് പ്രാർത്ഥനാകാലമാണ്, അത് വചനവായൻ്റെ കാലമാണ്, എംപവർമെൻ്റ് കാലമാണ്, ഫീലിംഗ് ടൈമാണ്, ഇന്ധനം നിറക്കുന്ന കാലമാണെന്ന് ഓർത്തുകൊണ്ട് ഇന്ധനം നിറച്ചുകൊണ്ടേയിരിക്കണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം, വചനം പാലിച്ചുകൊണ്ടേയിരിക്കണം, വചനം പ്രാവർത്തികമായിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ടൈം കഴിയുമ്പോൾ വിൽ ബി എംപവേർഡ്. മറ്റുള്ളവരെ ശക്തിപ്പെടുത്താൻ വേണ്ടി മാത്രം നമ്മൾ അതിനെ അതിജീവിച്ചിരിക്കും.